ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി ആശുപത്രി തുടർന്നു. കോട്ടയം കടത്തുരുത്തി മധുരവേലിയിൽ രക്ഷിതാക്കളാണ് ആശുപത്രിക്ക് തുടക്കം കുറിച്ചത്. ആശുപത്രിയുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. നിർധനർക്കായി ഒരാശുപത്രി തുടങ്ങണമെന്ന ആഗ്രഹവുമായിട്ടാണ് വന്ദനദാസ് വൈദ്യശാസ്ത്ര പഠനം തുടങ്ങിയത്. MBBS പഠനം പൂർത്തിയാക്കി കൊട്ടാരക്കര സർക്കാർ ആശുപത്രിയിൽ ജോലി നോക്കുന്നതിനിടയിലാണ് ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടത്. ഏക മകളുടെ മരണം മാതാപിതാക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒടുവിൽ ആശുപത്രി എന്ന മകളുടെ ആ സ്വപ്നമാണ് മാതാപിതാക്കളായ മോഹൻദാസും വസന്തകുമാരിയും യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കോട്ടയം കടുത്തുരുത്തി മധുവേലിയിലാണ് വന്ദനയുടെ പേരിലുള്ള പുതിയ ആശുപത്രി. ആശുപത്രിയുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാടിൽ എവിടെയൊക്കെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നു അവിടെ എല്ലാം സഹായഹസ്തങ്ങളുമായി ഓടിയെത്താൻ കഴിയുന്ന ഒരു വിശ്വമാനവിയുടെ സന്ദേശം ഉയർത്തണമെന്നാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ട്രസ്റ്റ് തന്നെ രൂപീകരിച്ച് വലിയ രൂപത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരികയാണ്. അതും നിശ്ചയമായും ഭാവിയിൽ വന്ദനയുടെ സ്മരണകൾ നിലനിർത്താനും കാലവും ചരിത്രമുള്ള ഒരു കാലം ജനഹൃദയങ്ങളിൽ വന്ദന ജീവിക്കാനും കഴിയുന്ന സാഹചര്യം സംജാതമാക്കുന്ന പ്രവൃത്തിയാണ് ശ്രീ മോഹൻദാസ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ നിലയിൽ ആ ദൗത്യവും ഏറ്റവും ഭംഗിയായി വിജയിക്കട്ടെ എന്നീ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ നാട്ടുകാർക്ക് ലഭ്യമാക്കാനാണ് മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത്. 6 ബെഡുകളുള്ള ആശുപത്രിയാണ് തുടങ്ങിയിട്ടുള്ളത്. ലാബ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ 24 മണിക്കൂർ ഡോക്ടറുടെ സേവനമടക്കം ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ തൃക്കുന്നത്തുപുഴയിലും വന്ദനയുടെ പേരിൽ ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു. കൂടാതെ വന്ദനയുടെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് നിരവധി സഹായ പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.